ട്രിവാൻഡ്രത്ത് 45 ലക്ഷത്തിനകത്ത് നിങ്ങളൊരു ഒറ്റ നില വീട് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഒരു ബെറ്റർ ഓപ്ഷനാണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഒറിജിനൽ പ്രൈസ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളും തന്നെ കാണുക. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണെങ്കിൽ ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു അന്തിയൂർക്കണത്തുള്ള ഈ ഒരു വീടിൻ്റെ ഏരിയയിൽ നമുക്ക് എത്താൻ പറ്റും. ഇവിടെ എല്ലാം തന്നെ റെസിഡൻഷ്യൽ ഏരിയ കണ്ടോ, ധാരാളം വീടുകളുണ്ട്. നമുക്ക് ഇനി ഒരു 2-3 വീട് മാത്രമേ ഇനി ഇവിടെ വിൽക്കാനായിട്ടുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ വീടും തന്നെ ആൾ താമസമുള്ള വീടാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്ത് ഇവിടെ എത്താൻ പറ്റും. മെയിൻ റോഡിൽ നിന്ന് ഒരു 300 മീറ്റർ മാത്രമാണ് നമുക്കിവിടെ ഡിസ്റ്റൻസ് വരുന്നത്. മലയങ്കീഴ് ജംഗ്ഷനിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു 2 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഇവിടെ എത്താൻ പറ്റും. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ തന്നെ നമുക്ക് ടാർ ചെയ്തിട്ടുണ്ട് കണ്ടോ, ഫുള്ള് ടാർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വലിയൊരു SUV കാർ പോലും നമുക്ക് അകത്ത് വരാൻ വേണ്ടിയുള്ള സ്പേസ് നമുക്കിവിടെ. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. 4 സെൻറ്റിലാണ് ഈ ഒരു വീട് വരുന്നത്. 1000 സ്ക്വയർ ഫീറ്റുള്ളതാണ്. നമുക്കൊരു 3 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. കണ്ടോ, ഫ്രണ്ട് നമുക്കൊരു ബോക്സ് ടൈപ്പ് ഡിസൈൻ പോലെ ഇങ്ങനെ നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റ് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഫ്രണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇനി മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഇത് ഈ ഭാഗത്തായിട്ട് ഒരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ആയിട്ടാണ് ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് തുറന്ന് നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് തറ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ടോ, ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാം. നമുക്ക് 1-2 കാർ വേണമെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അവിടെ കാണാൻ സാധിക്കും. കണ്ടോ, നമുക്കിപ്പോൾ കാറായാലും നമുക്ക് വളച്ച് പോകാനൊക്കെ നല്ല ഇടമുണ്ട്. കണ്ടോ, ഫ്രണ്ട് നമുക്ക് ഇത്രയും കയറ്റ് പോർഷൻ വരുന്നതുകൊണ്ട് നല്ല ഇടമുണ്ട്. പിന്നെ ഈ വീടിന് നമുക്ക് കിണറും പൈപ്പ് കണക്ഷനും ഉണ്ട്. കിണർ നമുക്ക് ഈ വീടിൻ്റെ പുറകെ സൈഡിലായിട്ടാണ് നമുക്കിവിടെ കിണർ വരുന്നത്. പൈപ്പിൻ്റെ കണക്ഷനൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് ഉണ്ടോ, ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ട് നമുക്ക് 12x4 ഡയമെൻഷനുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തോട്ടുള്ള കാഴ്ച കയറി കാണാം. അതായത് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഫ്രണ്ട് എൻട്രൻസ് ഡോറുണ്ട്. ലാബിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടോ, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ഇതാണ് ലിവിങ് ഏരിയ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ സൈഡുകളിലാണ് നമുക്കിവിടെ 3 ബെഡ്റൂം വരും. ഒരു ബെഡ്റൂം ഇതാ ഈ ഭാഗത്ത്, ഒരു ബെഡ്റൂം ഇതാ തൊട്ടിപ്പുറത്ത്. പിന്നെ നമുക്കിവിടെ ഒരു വാഷ് ബേസിൻ ഈ ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ അടുത്തൊരു ബെഡ്റൂം ഇവിടെയും, ലാസ്റ്റ് ഈ കിച്ചൺ ഈ ഭാഗത്ത്. അങ്ങനെയാണ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ ലിവിങ് ഏരിയ നോക്കാം. ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. 22x12 ഡയമെൻഷനിലുള്ളതാണ് നമുക്കിവിടെ ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ ഡൈനിങ് ഏരിയയുടെ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു കോക്കർ ഷെൽഫ് ചെയ്തിട്ടുണ്ടോ, നല്ല ഭംഗി അടിച്ചിട്ടുള്ള ഒരു ഷെൽഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഇപ്പുറത്തായിട്ടാണ് നമുക്കൊരു TV യൂണിറ്റ് വെച്ചിട്ടുള്ളത്. ഫുള്ള് തന്നെ ബോർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റാണ് ഈ ഭാഗത്ത് വരുന്നത്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. താഴെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അവിടെ ഒരു TV ഒക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റ് ഒക്കെയാണ് നമുക്കിവിടെ സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് 2 വിൻഡോ 2 ഭാഗത്ത് വരുന്നുണ്ട്. ബ്ലൈൻഡ്സ് ഒക്കെ അതിനിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്കിവിടുത്തെ ലിവിങ് പ്ലസ് ഡൈനിങ് ഏരിയ വരുന്നത്. നമുക്ക് തറയുള്ള ടൈലുണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടൈലിങ് ഇവിടെ തറയിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ നോക്കാം. ഈ ഭാഗത്താണ് നമുക്കിവിടെ കിച്ചൺ വരുന്നത്. തറയിൽ നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ തന്നെയാണ് നമുക്കിവിടെ കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഫുള്ള് തന്നെ ബോർഡ് വർക്ക് തന്നെയാണ് ഇതാ വരുന്നത്. മൊത്തം ഫുള്ളും ബോർഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. താഴെ നമുക്ക് ധാരാളം ക്യാബിൻസ് കാണാൻ സാധിക്കും. ഇതെവിടെയായിട്ടാണ് നമുക്കിവിടെ സിങ്ക് വരുന്നത്. ഇതെവിടെയും നമുക്കൊരു ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട്. അവിടെ നല്ല ലൈറ്റിങ് അകത്തോട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടുത്തെ കിച്ചൺ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കിച്ചൻ്റെ പുറകെ സൈഡിലായിട്ട് നമുക്കിവിടെ ഒരു നനകല്ല് കൊടുത്തിട്ടുണ്ട്. പൈപ്പ് കണക്ഷനൊക്കെ വരുന്നുണ്ട്. അതെവിടെയാണ് നമുക്ക് കിണർ വരുന്നത് കേട്ടോ. ഇവിടെയും തറ ഫുള്ള് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഏരിയ ഈ പുറത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബാക്ക് സൈഡ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഓരോ ബെഡ്റൂം നോക്കാം. നമുക്ക് ഫസ്റ്റ് ഒരു ബെഡ്റൂം ഈ ഭാഗത്താണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x10 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂമാണ്. മുകളിൽ പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു വാളാത്തത് ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. തറയിൽ സെയിം ടൈൽ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു വാർഡ്രോബ് ഇങ്ങനെ വരുന്നുണ്ട്. ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ളൊരു വാർഡ്രോബാണ്. മിററുണ്ട്, നമുക്ക് ബോട്ടം വരെ വരുന്ന ഒരു മിറർ ഈ ഭാഗത്ത് വരുന്നുണ്ട്. നമുക്ക് അകത്തോട്ട് വരുമ്പോൾ ഗ്രിപ്പിൻ ഡെയിലും കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇവിടെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ മിററൊക്കെ വരുന്നുണ്ട്.
ഷവർ എല്ലാ സംഭവവും ചെയ്തിട്ടുണ്ട്. ഇനി ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. 12x10 സെയിം സൈസ് തന്നെയാണ് നമുക്ക് ഇവിടെയും ബെഡ്റൂമിന് വരുന്നത്. ഇവിടെ നമുക്ക് വാളിൽ ഒരു ലീഫിൻ്റെ പാറ്റേൺ വരുന്ന ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും നമുക്കൊരു വാർഡ്രോബ് ഇങ്ങനെ വരുന്നുണ്ട്. സെയിം അപ്പുറത്തെ അതേ ഒരു ടൈപ്പ് ബോർഡിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഒരു വാർഡ്രോബ് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു PVC ഡോർ അവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ ബാത്റൂം കൂടെ കയറി കാണാം. ഇവിടുത്തെ ബാത്റൂമേ കണ്ടോ, ഈ ഒരു ടൈലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രിപ്പിൻ ടൈൽ തറയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ വാഷിംഗ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു മിറർ, ഇപ്പോൾ ഒരു ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മിററും സിങ്കൊക്കെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെ താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫുള്ളും തന്നെ ബാക്കി വരുന്ന PVC പാനലാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് വാഷിംഗ് ഏരിയ ഈ ഭാഗത്ത് അറേഞ്ച് ആക്കിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്താണ് നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x10 ഡയമെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും ഒരു ലീഫിൻ്റെ പാറ്റേൺ വരുന്ന ഒരു ഡിസൈനാണ് ഇവിടുത്തെ വാൾ ആർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് വാർഡ്രോബ് വരുന്നുണ്ട്. സെയിം അപ്പുറത്ത് കണ്ട അതേ ഒരു വാർഡ്രോബ് തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. കണ്ടോ, ഒരു വുഡൻ പാറ്റേൺ വരുന്ന ഒരു വാർഡ്രോബാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ആയിട്ട് PVC പാനൽ ഡോർ ഇവിടെ വരുന്നുണ്ട് ബാത്റൂമിന്. അപ്പോൾ അകത്തോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ടൈലുണ്ട്, ഗ്രിപ്പിൻ ടൈൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ എല്ലാം വരുന്നത്. കണ്ടോ. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് 43 ലക്ഷമാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ അത് തീർത്ത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. കൂടാതെ ഹോം ലോണാണ് നിങ്ങൾ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യപ്പെടുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആണ്, അല്ലെങ്കിൽ കുറച്ചും ഹൈ ആയിട്ടുള്ള വീടാണ് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ട്രിവാൻഡ്രത്ത് അവൈലബിൾ ആയിട്ടുള്ള വീട് നമ്മൾ തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് വരിക. അപ്പോൾ ഇതുപോലെയുള്ള വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കടന്നു വരുന്നവരെ എല്ലാവർക്കും നന്ദി.